അമ്മേ, മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പോ? ഈയിടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഈ കാലിലിങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? വല്ലോന്റെ വീടല്ലേ, വെറുതെ കുത്തിയിട്ട് ഉണ്ണാൻ പറ്റുമോ? എന്നാലും ഞാൻ ആ ചെന്തമരിയുടെ ഇല കുറച്ച് പൊട്ടിച്ചോണ്ട് തട്ടെ. രക്തവാദത്തിന് ഈ ഇല കെട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കുട്ടിയെ. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുവോ? ആ ജോലി പോയമ്മേ. അതിശയില്ല, നിനക്കിപ്പോ ശനിദശയാ. കാവില് വെളിച്ചെണ്ണ നടന്നിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണ്ട കുട്ടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ അമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലേല് എനിക്കെന്ത് മനസമാധാനമുള്ളേ? അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. കാശുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല, ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? വല്ലതും കഴിച്ചിട്ട്? വേണ്ട, അടുക്കള അവർ പൂട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതുകൊണ്ടല്ല, സമയമില്ല. ഞാൻ ചെന്നിട്ട് എഴുതാം.